ശുചീകരണ ജോലി ചെയ്യുന്നതിനിടെ മരണപ്പെട്ട ശിവന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SDTU ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാർത്താ സമ്മേളനം. കളമശ്ശേരി HMT കോളനിയിൽ കുറ്റാലത്ത് വീട്ടിൽ കുറുമ്പൻ മകൻ ശിവൻ KK 54 വയസ്സുള്ള 26/4/2021 തീയതികളിൽ കളമശ്ശേരി മുനിസിപ്പൽ യാർഡിൽ ശുചീകരണ ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഉച്ചക്ക് 12:50 മരണപ്പെട്ടു. 26/4/2021 കളമശ്ശേരി പോലീസ് വൈകിട്ട് 6:28 CRPC 352 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. 2014 മുതൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ നിക്ഷേപിക്കുന്ന പ്രദേശത്ത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ വിഷവാതകം ശ്വസിച്ച് ജോലിയിലേർപ്പെട്ട ശിവന്റെ വേർപാട് അപ്രതീക്ഷിതമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം നഖങ്ങൾക്ക് നീല നിറമുണ്ടായിരുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ശിവന്റെ കുടുംബം ജോലിക്കിടെ മരണപ്പെടുന്ന കരാറ് തൊഴിലാളികൾക്കും മതിയായ നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. എന്നാൽ ശിവന്റെ മരണത്തോടെ മാലിന്യ നീക്കത്തിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വേണമെന്ന ജാഗ്രതയിൽ മുനിസിപ്പാലിറ്റിയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് വിവിധ യൂണിയനുകളെ സമീപിച്ചെങ്കിലും SDTയുടെ ഇടപെടലിനെ തുടർന്ന് കുറച്ചെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ തൊഴിലാളികൾക്ക് ലഭിച്ചത്. അന്യായമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 23 കളമശ്ശേരി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് SDTU ജില്ലാ ജനറൽ സെക്രട്ടറി KM ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാഷിം CA, കളമശ്ശേരി ഏരിയ പ്രസിഡന്റ് അബ്ദുൽ സലാം എരമം, തൊഴിലാളികളായ പ്രവീൺ KS, ഷൺമുഖൻ KA, ഷമീർ CA, ഷംസു K, സൈനുദ്ദീൻ BK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.